ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് രുചികരമായ ചിക്കൻ കപ്പ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിരുമ്മി 1 മണിക്കൂർ വെച്ചതാണ്. ഒരു സവോള കട്ട് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം, പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കപ്പ വേവിച്ചത്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇളക്കി കൊടുക്കുക. സവോള ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ചൂടാക്കിയെടുത്തതാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കുക. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ചുവട്ടിൽ പിടിക്കാതെ നോക്കണം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഇതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.